ഹലോ. ആ ഇത് ഞാന് ഇതൊരു കൂട്ടുകാരി ആ ഇത് വിളിച്ചാല് വരുന്ന ആളല്ലേ? ആ വിളിച്ചാൽ വരുന്ന ആളാണ്. അതെയോ? ഉം. ആ അല്ല നിങ്ങള് ഇങ്ങനെ പോന്ന ആളല്ലേ? അതെ അതെ, എങ്ങനെ പോലെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല ഇങ്ങനെ വിളിച്ചാല് നിങ്ങൾ കറക്റ്റായിട്ട് പറ. ഇത് നിങ്ങൾ എങ്ങനെ പോകുന്ന ആളാന്ന് ചോദിക്കുന്നത്? അല്ല ഈ പെണ്ണുങ്ങള് വിളിച്ചാല് പോന്ന ആളല്ലേന്ന് ചോദിച്ചു. അതെ 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 അതെ. അപ്പൊ അല്ല നിങ്ങളെ റേറ്റ് എത്രയാവും? റേറ്റ് അത് ഓരോ സമയം പോലെയാണ്. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ റേറ്റൊക്കെ പറയുന്നത്. അപ്പൊ ഈ രാവിലെ മുതൽ ഇങ്ങനെ രാത്രി വരെ ഒരു ദിവസം ഫുള്ളാണെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ എന്ന് പറയുമ്പോൾ അത് കുറച്ച് പൈസ ആവും. പക്ഷെ ഫുള്ള് ഒരു ദിവസം എന്ന് പറയുമ്പോൾ രാത്രി വന്നിട്ട് പിറ്റേന്ന് രാവിലെ വരെയോ അല്ലെ പിറ്റേന്ന് വൈകുന്നേരം വരെയൊക്കെ ആവുമ്പോൾ കുറച്ച് പൈസ, കുറച്ച് എമൗണ്ട് ആവും. അത് നിങ്ങൾക്കത് എങ്ങനെയൊക്കെയാ വേണ്ടതെന്ന് നിങ്ങൾ പറയും പോലെയാണ്. അതെയോ? അല്ല ഇത് ഏതാ സ്ഥലം? സ്ഥലമൊക്കെ ഇവിടെ കൊച്ചിയിൽ തന്നെ. അപ്പോ ആള് ഇങ്ങോട്ട് വരുവോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വരണോ? അതും നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ എങ്ങോട്ട് വേണമെങ്കിലും വരും. നിങ്ങൾ എവിടെ വിളിച്ചാലും വരും. അത് അങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു സ്ഥലമില്ല. സാധാരണ നമ്മൾ അങ്ങോട്ട് വിളിച്ചാറാണ് പോവാറ്. പിന്നെ അപ്പോ വീട്ടിലോട്ട് നിങ്ങളുടെ വീടാണ് സൗകര്യമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. അപ്പൊ റേറ്റ് കൂടുവോ? റേറ്റ് ഒന്നും കൂടൂല. റേറ്റൊക്കെ അതിന് ഒരു റേറ്റ്. അവിടെ പിന്നെ ഇപ്പം ഏജൊക്കെ നോക്കിയിട്ടാണ് റേറ്റൊക്കെ. നിങ്ങളുടെ ഏജ് പറയണം. അല്ല റേറ്റ് ചെയ്യുന്നതിന്റെ കാശ് മാത്രല്ലേ അല്ലേ എടുക്കൂ? പിന്നെ വേറെ എന്തിനുള്ള കാശാ? അല്ല വരുന്നതിന്റെ കാശ് നമ്മൾ തരണ്ടല്ലോ? അല്ല, അങ്ങനെയൊന്നുമില്ല. അതേ ഒരു എമൗണ്ടിൽ അതെല്ലാം ഒതുങ്ങും. അങ്ങനെ വരുന്നതിനൊരു കാശും പോകുന്നതിനൊരു കാശൊന്നുമില്ല. നമ്മളൊരു റേറ്റ് അങ്ങ് പറയാം. ഇത്ര രൂപ, ഇത്ര റേറ്റ് എന്ന് പറയും. അതിപ്പോ നിങ്ങളുടെ സൗകര്യം. ഇപ്പൊ നിങ്ങൾക്ക് 1 മണിക്കൂർ വേണമെങ്കിൽ അങ്ങനെയും വരും. സമയം ഫുള്ള് വേണമെങ്കിൽ അങ്ങനെയും വരും. അപ്പോ ആളെങ്ങനെ കൊള്ളാവോ? ആള് എങ്ങനെയാന്ന് വെച്ചാല് വലിയ കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾക്ക് നല്ല ഒരു ഇരുന്നറൊക്കെ ആയിട്ട് ഒരാളാണ്. പക്ഷെ പിന്നെ നല്ല നല്ല വെളുത്ത 2 പയ്യന്മാരും ഉണ്ട്. അതായത് വേണം നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഏജൊക്കെ എങ്ങനെ വേണം എന്നുള്ളത്. അപ്പോ നിങ്ങള് പോന്ന ആളല്ലേ? അല്ല, അതെ. ഇവിടെ ഇപ്പൊ നമ്മൾ 3 പേരുണ്ട്. 3 പോവും. 2 പയ്യന്മാരാണ്. അല്ല നിങ്ങളെ കാര്യം ഞാൻ ചോദിച്ചേ, ആളെങ്ങനെ കൊള്ളാവോ? എന്റെ കാര്യം കുഴപ്പമൊന്നുമില്ല. കൊള്ളാവോന്ന് വെച്ചാല് കാണാനൊന്നും വലിയ കുഴപ്പമില്ല. ഇത് ശരീരം ശരീരം ഒരു മീഡിയം. അത്യാവശ്യം ഒരാൾക്ക് ഇഷ്ടപ്പെടേണ്ട സാധനമൊക്കെ ഉണ്ട്. പിന്നെ അത് ഏത് ദിവസം വിളിച്ചാലും വരൂലേ? ഏത് ദിവസം വിളിച്ചാലും വരും. പിന്നെ കൂടുതൽ സമയമൊക്കെ വേണമെങ്കിൽ അധികം ഞാൻ തന്നെയാണ് പോകാറ്. കൂടുതൽ സമയം കിട്ടണം ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിനാണ് ഞാൻ കൂടുതൽ പോകുന്നത്. എനിക്ക് കുറച്ച് കൂടുതൽ സമയം വേണേ. സമയം വേണം. എത്ര സമയം വേണ്ടി വരും? കിട്ടിയാല് അത്രയും നല്ല. ഞാൻ ഏതാണ്ട് 1 മണിക്കൂർ വരെയൊക്കെ പിടിച്ചു നിൽക്കും. അത് മതിയോ? ധാരാളം. 1 മണിക്കൂറൊന്നും ആയിരിക്കും അങ്ങനെ പെണ്ണുങ്ങൾക്കൊന്നും അങ്ങനെ താങ്ങാൻ പറ്റൂല. സാധാരണ ലേഡീസിനൊന്നും അങ്ങനെ താങ്ങാൻ പറ്റൂല. ഞാൻ 1 മണിക്കൂർ വരെയൊക്കെ നിൽക്കും. അല്ല എനിക്ക് കുറച്ച് സമയമായാല് പെട്ടെന്ന് തീർന്നാല് എന്താ പറയണ്ടേ, ഒരു കളിച്ച് തൃപ്തിയാവാതെ പോലെ ഉണ്ടാവും.
അതിന് ഞാൻ തന്നെയാണ് നല്ല. ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടാവൂല. അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ വിളിക്കുന്നത്. അതല്ല, എന്നെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ അറിയാവോ? അല്ല, ഇങ്ങനെ എന്റെ കൂട്ടുകാരി പറഞ്ഞ അറിവാന്നേ. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ നേരിട്ട് ചോദിക്കുന്നത് ശരിയാണോന്ന്. ബാക്കിയുള്ളത് 2 പയ്യന്മാരാണ്. ചിലര് പയ്യന്മാരെ വേണമെന്ന് പറയുമ്പോ അവരെ ആരെങ്കിലും ഒരാളെയാണ് വിടുക. അല്ല, പയ്യന്മാര് എന്ന് പറയുമ്പോ നന്ന ചെറുതായിരിക്കൂലേ? ഒരു 22 അല്ലെങ്കിൽ 25 ഉള്ളിലുള്ള 20 മുതൽ 25 ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുന്ന പയ്യന്മാരാണ്. അത് വേണ്ട. നിങ്ങള് എത്ര ഒരു ഏജ്? ഞാനൊരു 35-നുള്ളിൽ. അതാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ അതിനകത്ത് പിന്നെ അറിയേണ്ടത് ഇയാളുടെ അവസ്ഥ എങ്ങനെയാണ്, കാണാൻ നല്ല വെളുപ്പിച്ചാണോ എങ്ങനെയാന്ന് അതും കൂടി നോക്കണമല്ലോ. അല്ല, ഞാനും അത്ര മോശമൊന്നുമല്ല. വേണമെങ്കിൽ ഞാൻ ഫോട്ടോ വെച്ച് തരാം. ഫോട്ടോ അയച്ചാൽ ഉപകാരം. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്ലാനിങ്ങിലെത്താൻ പറ്റും. ഇവർക്ക് എങ്ങനെയൊക്കെയാണ് നിങ്ങളെ കൈകാര്യം ചെയ്യേണ്ട രീതിക്ക് നമുക്ക് കിട്ടും. ഏജ് അറിയണോ? അന്നേരം ഏജ് അറിയണം. ഏജ് അറിഞ്ഞാലല്ലേ. പിന്നെ ഒരു 26 അത്രയല്ലേ? ഇത്രേ ഉള്ളൂ? ഞാൻ വിചാരിച്ചു 10-35 വയസ്സ് 30 വയസ്സൊക്കെ ഉണ്ടാവും. ഇല്ല. അപ്പോ അത് മാരീഡാണോ? മാരീഡ് അല്ല. പിന്നെന്താ? പിന്നെ അല്ല, എനിക്ക് ഒരു എന്നാണ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു ആഗ്രഹം. അതുണ്ടാവും. പക്ഷേ അല്ല, ഇത്ര കൂടുതൽ സമയം വേണം എന്നൊക്കെ പറയുമ്പോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടോ? ചെയ്തു. പക്ഷേങ്കില് എനിക്കൊരു ഒരാളോട് ഇഷ്ടമുണ്ടായിരുന്നു. അപ്പൊ അത് പോയി. അപ്പൊ അവരുമായിട്ട് കുറച്ച് ഇതെന്തേനും. പക്ഷെ അതൊന്നും ശരിയാവുന്നില്ല. അപ്പൊ പിന്നെ കൂടുതൽ സമയം കിട്ടുന്നില്ലേ? ഇല്ല. എന്തോ എന്റെ ആഗ്രഹമൊന്നും അങ്ങനെ നടക്കുന്നില്ല. അതിനെപ്പറ്റി നിങ്ങൾ പേടിച്ചേ വേണ്ട. നിങ്ങളെ എല്ലാ ആഗ്രഹവും തീർത്തിട്ടേ ഞാൻ പോകുള്ളൂ. അല്ല, ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞപ്പോ പിന്നെ എനിക്ക് ഒരു ഇത് തോന്നി. കുറച്ച് സമയം നിങ്ങൾക്ക് എന്ത് വേണ്ടിക്കും ചെയ്തു തരും. അങ്ങനെയുണ്ട്? എല്ലാം ചെയ്യും? എല്ലാം ചെയ്തു തരും. നിങ്ങൾ പറയുന്ന എന്തും ചെയ്തു തരും. പക്ഷെ ആഗ്രഹം അനുസരിച്ച് ചെയ്തു തരും. അതിനൊക്കെ ചെറിയ എമൗണ്ട് അങ്ങോട്ട് കൂടും. എമൗണ്ട് കൂടുന്ന സാരമില്ല. അപ്പൊ അങ്ങോട്ട് തിരിച്ച് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മള് പൈസ വേണ്ടി മാത്രമല്ല, തിരിച്ചൊന്നുമില്ല. നിങ്ങൾ പറയുന്നതൊക്കെ ചെയ്തു തരും. നിങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്തു തരും. അത് തന്നെയാണ് നമ്മളുടെ സന്തോഷം. അതൊക്കെയാ നിങ്ങൾ വന്നെങ്കിൽ നിങ്ങൾ ചിലർ പറയൂല. ചിലര് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുന്ന ലാസ്റ്റ് കംപ്ലൈന്റ് പറയും. അതല്ല, വേണ്ടുന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാല് നമ്മൾ അതുപോലെ ചെയ്തിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കും. ഇപ്പം കളി എന്ന് പറയുന്നത് അങ്ങനെയല്ല. രണ്ടുപേർക്കും സന്തോഷം ഉണ്ടാകേണ്ട കാര്യം ഇവിടെ ഇല്ല. നമ്മൾ പുറത്തുള്ള ജോലിക്കാരാണല്ലോ. അപ്പൊ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മള് അതിനുള്ള പൈസയാണല്ലോ നിങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് കാശൊന്നും ഒരു പ്രശ്നമല്ല. കാശ് പ്രശ്നമില്ല. പിന്നെ നമുക്ക് ഒരു വിഷയമില്ല. നിങ്ങൾ പറയുന്ന രീതിയില് ഞാൻ പറയുന്നതെല്ലാം ചെയ്തു തരുമെങ്കിൽ പിന്നെ കാശൊന്നും ഒരു പ്രശ്നമല്ല. പറയുന്ന എല്ലാം ചെയ്തു തരും. എത്ര സമയം വേണമെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ. പക്ഷെ അതെപ്പോഴാണ് വരേണ്ടത് നിങ്ങൾക്ക് മാഡത്തിന്റെ ഇഷ്ടം. മാഡത്തിന് രാത്രിയാണെങ്കിൽ രാത്രി വരാം. അല്ല, എനിക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ രാത്രി വന്നിട്ട് പിറ്റേ ദിവസം രാത്രി പോകുന്നതല്ലേ നല്ലേ? അപ്പൊ ഫുള്ളാവൂല്ലോ. അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാവശ്യം വന്ന് പിന്നെ എനിക്ക് തോന്നുമ്പോ എപ്പെങ്കിലും വിളിച്ചാല് നിങ്ങൾ വരൂലേ? വരുമൊക്കെ ചെയ്യും. പറഞ്ഞല്ലോ, നമ്മൾ പൈസക്കല്ലേ ചെയ്യുന്നത്. എപ്പോ വേണമെങ്കിലും വരുമല്ലേ? ചെയ്യേണ്ട എന്നുവെച്ചാൽ ഒരു ദിവസം മുന്നേ നമുക്ക് നമ്മളൊരു റേറ്റിന്റെ പകുതി പേയ്മെന്റ് ആദ്യം അടക്കണം. എന്നാലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അത് ഒന്നിക്കല് പൈസ അയച്ചു തരണം.
അല്ല അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വേണ്ടാന്നൊന്നും വെക്കൂലല്ലോ. നമ്മൾ വേണ്ട ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് ഇത് നാളെ ഹസ്ബൻഡ് വരുന്നുണ്ട് അതുകൊണ്ട് പറ്റൂല, ഉം. അതുകൊണ്ട് വേറെ ദിവസത്തേക്ക് മാറാൻ പറ്റുന്നൊക്കെ ചോദിക്കും. ആ. വേറെ ദിവസത്തേക്ക് മാറ്റിയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും, വേണ്ടാന്ന് പറഞ്ഞാൽ പൈസ റിട്ടേൺ കൊടുക്കൂല. അല്ല എനക്ക് ആ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ആ അപ്പൊ അതൊക്കെ മുൻകൂട്ടി പറഞ്ഞിട്ടാകുമ്പോ ഇത് അങ്ങനത്തെ ഒരു ജോലിയാണല്ലോ. അതെ. അപ്പൊ ആ ഒരു ഇല്ലാത്ത നമ്മളെല്ലാം പറഞ്ഞിട്ട് നിങ്ങള് ഇപ്പൊ ഇനിയിപ്പം വേറെ ആൾ വിളിക്കുമ്പോൾ നിങ്ങളൊരു ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സമയത്തേക്ക് നമ്മള് വേറെ ആരും എടുക്കൂല. ആ ഓ അതെ അങ്ങനെ. അപ്പൊ നിങ്ങൾ പിന്മാറിയ പിന്നെ പറഞ്ഞോ. അല്ല ഞാൻ സെലക്ട് ചെയ്യുന്ന ആവുകൊണ്ടാണേ. അപ്പൊ ഏത് സമയം വിളിച്ചാലും നിങ്ങൾ മാത്രമേ വരണ്ടു. അത് മാഡം പറയും പോലെ. അല്ല വേറെ ആരും അങ്ങനെ വേണ്ട. ഞാൻ ഇത് ഒരു പ്രാവശ്യം നിങ്ങളെ ഞാൻ നോക്കിയിട്ട് നിങ്ങളെ തന്നെ സെലക്ട് ചെയ്യപ്പോ. പിന്നെ കൊച്ചു പിള്ളേരാകുമ്പോ അവർക്ക് അവരുടേതായ ഒരു സംഭവമൊക്കെ ഉണ്ട്. വേണ്ട കൊച്ചു പിള്ളേരെ വേണ്ട. ഞാനാകുമ്പോ കുറെ ഇക്കാര്യത്തിൽ നല്ല പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങളെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അല്ല എനക്ക് കുറച്ച് പ്രായമുള്ള അങ്ങനെ ഒരു ഏജ് കുറച്ച് അധികമുള്ള ആളെയാണ് എനിക്ക് ഇഷ്ടം. പിന്നെ കളിക്കുന്ന ആ പരിസരമൊക്കെ നല്ല ചെത്തിക്കോരി അങ്ങനെ തന്നെ പറയാം, ചെത്തിക്കോരി നല്ല വെടുപ്പാക്കി വൃത്തിയാക്കി വെക്കണം. അതൊക്കെ നമ്മുടെ ഇതിൽ വരുന്നതാണ്. അതെല്ലാം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാ. അതെല്ലാം നല്ല വൃത്തിയാക്കിയിരിക്കണം. പിന്നെ ഫുള്ള് എപ്പോഴും വൃത്തിയായിരിക്കണം. എന്നാലേ നമുക്ക് കളിക്കാൻ ഒരു എന്തായാലും പൈസ വാങ്ങിച്ചിട്ടാലും നമുക്ക് മനസ്സിനൊരു തയ്യാറാക്കി വേണ്ടേ. പിന്നെ ഒരു 45-50 വയസ്സിന് മുകളിലൊക്കെ പോകുമ്പോൾ പിന്നെ റേറ്റും മാറും. അത് നമ്മള് നല്ലൊരു ആളങ്ങ് മാത്രമേ ഏറ്റെടുക്കുകയുള്ളൂ. അങ്ങനെയെല്ലാം പോകൂ. പോവുകയൊക്കെ ചെയ്യും. നമ്മള് പറഞ്ഞല്ലോ, അത് നമുക്കും കൂടി മനസ്സിന് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങളെ ഇത്രയും ഏജുള്ള പിന്നെ നമ്മളതൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്തായാലും ഫോട്ടോ ഒന്ന് ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ടെങ്കിൽ അയച്ചേക്ക്. അയക്കാം. അപ്പൊ നാളെ തന്നെ വേണമെങ്കിൽ നാളെ തന്നെ കണ്ടിക്ക് നിങ്ങൾ ഇന്ന് എനിക്ക് ഒരു പേയ്മെന്റ് അയക്കണം. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഫോണിലൂടെ പറയണ്ട. എമൗണ്ട് അയച്ചിട്ടാകുമ്പോ പിന്നെ ബുദ്ധിമുട്ടാവോ? ഇത്രയാലും കുഴപ്പമില്ലല്ലോ. ഇല്ല വലിയ എമൗണ്ട് ഒന്നും നിങ്ങൾക്ക് താങ്ങാൻ പറ്റും. അതായിക്കോട്ടെ.